ആദ്യമായിട്ട് സിന്ധു എന്നൊരു ചേച്ചിയാണ് നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സിന്ധു ചേച്ചി ന്യൂസിലാൻഡിൽ നിന്നാണ്. നമ്മുടെ ഒരു പുതിയ സബ്സ്ക്രൈബറാണ് കേട്ടോ. ഈ ഇടയ്ക്കാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ലൈവിൽ കേട്ട ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ചേച്ചി ചോദിക്കുന്നത്. ചുറ്റമ്പലത്തിലെ പടിഞ്ഞാറ് ഭാഗത്ത് തൊഴുതു കഴിഞ്ഞിട്ട് അങ്ങനെ ശങ്കരാചാര്യർ വന്ന മാർഗം കൂടി തൊഴുതിട്ടാണ് പ്രദക്ഷിണം വെച്ചതെന്ന് പറഞ്ഞു കേട്ടു ഉത്രേ വിഷ്ണു. അപ്പോൾ അത് ആ ഭാഗം ചേച്ചി കണ്ടിട്ടില്ല. സാധാരണ ഗുരുവായൂരിൽ വരുന്ന സമയത്ത് ഭഗവാനെ തൊഴുതുകൊണ്ട് അങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് തിരിച്ചു പോകാറാണ് പതിവ്. അപ്പോൾ ഈ സ്ഥലം ശങ്കരാചാര്യർ വന്ന മാർഗം എവിടെയാണ്, എവിടെ നോക്കിയാണ് തൊഴേണ്ടതെന്നാണ് കേട്ടോ ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതേപറ്റി പറയാം. ശങ്കരാചാര്യർക്ക് ആകാശഗമനം സിദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് ഗുരുവായൂരപ്പൻ്റെ ശീവേലി എഴുന്നള്ളത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അത് അറിഞ്ഞുകൊണ്ട് ശങ്കരാചാര്യരെ ക്ഷേത്രത്തിൻ്റെ ആ ചുറ്റമ്പലത്തിനകത്തുള്ള വടക്ക് പടിഞ്ഞാറേ മൂലയിൽ കൂടെ മുകളിലൂടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ ചെയ്തത്. അതിൻ്റെ ആ ഒരു സ്മരണാർത്ഥമാണ് ആ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ, അന്ന് മേൽക്കൂരയൊന്നുമില്ലല്ലോ, ഇന്നിപ്പോൾ മേൽക്കൂരയുണ്ട്, അതിന് മുകളിലായിട്ട് സമചതുരാകൃതിയിലുള്ള ഒരു ദ്വാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ നേരെ ചുവട്ടിലെ ആ പ്രദക്ഷിണ വഴിയിലും ഈ സമചതുരത്തിലുള്ള ഒരു അടയാളം കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിലൂടെയാണ് ശങ്കരാചാര്യർ വന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ശീവേലിയുടെ സമയത്ത് ഈ ഭാഗത്ത് വെച്ചിട്ട് ഭഗവാൻ ശങ്കരാചാര്യർക്ക് ദർശനം കൊടുത്തുവെന്നും തുടർന്ന് 41 ദിവസം ഗുരുവായൂരിലെ ഭജനം ഇരിക്കണമെന്ന് ആവശ്യപ്പെട്ടെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ശങ്കരാചാര്യരുടെ സ്മരണാർത്ഥമാണ് ശീവേലിയുടെ അവസാനത്തെ ആ എഴുന്നള്ളിപ്പ്, അവസാന പ്രദക്ഷിണം വരുന്ന സമയത്ത് ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ താളമേളങ്ങളൊക്കെ ഒരു നിമിഷത്തേക്ക് നിശബ്ദമാകാറുണ്ട്. അങ്ങനെ ഈ 41 ദിവസം ഭജനം ഇരിക്കുന്ന സമയത്താണ് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഗോവിന്ദാഷ്ടകം എന്നുള്ള കൃതി ശങ്കരാചാര്യരെ എഴുതുന്നത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഗുരുവായൂരിലുള്ള പൂജാക്രമങ്ങൾക്കൊക്കെ ഒരു ചിട്ടവട്ടം ഉണ്ടാക്കി നൽകിയത് ശങ്കരാചാര്യരാണ് കേട്ടോ. പിന്നീട് ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയതും ശ്രീ ശങ്കരനാണെന്നാണ് വിശ്വാസം. അപ്പോൾ ഈ കാലഘട്ടത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിന് കാഞ്ചി കാമകോടി പീഠത്തിലുള്ള ശങ്കരാചാര്യരുടെ പരമ്പരയായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഒരിക്കൽ പണ്ട് കാലത്ത് ക്ഷേത്രം അഗ്നിക്കിരയായ സമയത്ത് പുനർനിർമ്മാണത്തിന് ശിലയിട്ടത് കാഞ്ചി ശങ്കരാചാര്യരായിട്ടുണ്ടായിരുന്നുള്ള സ്വാമി ജയേന്ദ്ര സരസ്വതിയാണ്. പിന്നീട് വേദപഠനങ്ങൾക്കായിട്ട് വടക്കേ നടയിലെ വേദപാഠശാല നിർമ്മിച്ചു നൽകിയതും കാഞ്ചി മഠമാണ് കേട്ടോ.